എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നയനയുടെ ആദർശിന്റെയൊക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യനെ നോക്കാനായിട്ട് കനക അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആദർശ് നയനെ സോപ്പിടാൻ വേണ്ടിട്ട് എന്തിനു വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് പോയെന്നൊക്കെ അറിയണം. അതിനുവേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നവ്യയ്ക്ക് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാനായിട്ട് ആദർശിന്റെ അച്ഛനും എല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് സഹിച്ചില്ല. എന്റെ ഭഗവാനെ, ഹോം നേഴ്സ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കഥ അതോടുകൂടി തീർന്നു. ഈ വീട്ടിലെല്ലാവരും അറിയും താൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള സത്യം. പക്ഷെ ഇതിനെക്കുറിച്ചാണ് നയന വന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നവ്യക്ക് ഒരു കുലുക്കമില്ലായിരുന്നു. നവ്യ പറഞ്ഞു, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇത്രയും കാലം വീട്ടുകാരെ കളിപ്പിക്കാമെങ്കിലാണോ ഒരു ഹോം നേഴ്സിനെ കളിപ്പിക്കാൻ പറ്റില്ലാത്ത എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. പിന്നീട് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ വീണ സമയത്ത് നവ്യനെ പിടിക്കാണ്ട് നയന ഓടി വന്നപ്പോഴത്തേനും നയനയുടെ കാലൊന്ന് പോയി ഇടിച്ചായിരുന്നു. നയനയ്ക്ക് നല്ല കാലിന് വേദന ഉണ്ടായിരുന്നു. അപ്പൊ നയനെ ആ കാലുവേദന വെച്ചോണ്ടാണ് മുറിയിലേക്ക് വരുന്നത്. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ആദർശ് വെച്ചു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഞാൻ കാലൊന്ന് ഇടിച്ചായിരുന്നു പറയാം. ആണോ, ഇങ്ങോട്ട് വാ, ഞാൻ തിരുമ്മി തരാന്നൊക്കെ പറയണോ, ഓയിൽമെന്റ് തിരുമ്മി തരാന്ന്. നയന പറഞ്ഞു വേണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക, ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറയാണ്. പിന്നീട് നയനയുടെ ബെഡിൽ ഇരുത്തിയിട്ട് ആദർശ് അവിടെ ഇരുന്ന് നിലത്തിരുന്നിട്ട് കാലയില് ബാമ്പെടുത്ത് പരട്ടുന്നുണ്ട്. നയനയ്ക്ക് ഇതെല്ലാം കണ്ടപ്പോഴത്തേനും ഒരത്ഭുതമാണ് തോന്നിയത്. വെറുതെ ആണെങ്കിൽ പോലും തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ശരിക്കും അഭിനയിക്കുമായിരിക്കും ഈ സ്നേഹമൊക്കെ. എന്നാലും സ്നേഹം ഇത് അഭിനയിക്കുന്നതല്ലാതെ ശരിക്കും ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും നയനെ ഓർത്തുപോയി. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയുടെ കടന്നു വരുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ നയനെ ഓർത്ത് എന്താ, ആഹാ കൊള്ള, അവരെ കണ്ടിട്ട് തൻ്റെ അടുത്ത് സ്നേഹം അഭിനയിക്കുന്ന നയനെ പെട്ടെന്ന് കാലം കൂടി പിൻവലിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിനും നല്ല സന്തോഷമായി. ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ആദർശന് നല്ല ഇഷ്ടമുണ്ട് നയനയോട്. അതുകൊണ്ടാണല്ലോ ആദർശ് ഇപ്പൊ നയനയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നേ. പക്ഷെ നയനയ്ക്കെല്ലാം അറിയത്തുള്ളൂ ഇതൊക്കെ വെറും ഒരു സോപ്പിടിയിൽ മാത്രമാണ്. പക്ഷെ ഇതിലെല്ലാം ശേഷം നയനയുടെ ഉള്ളിൽ വല്ലാത്ത വിഷമമായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിനെ കുറിച്ച് ടെൻഷൻ. രണ്ടാമത് നവ്യനെ കുറിച്ചുള്ള നവ്യനെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഒപ്പിക്കാൻ പോകുന്നത്. വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള സത്യം ഈ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിമിഷം പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് നായനെ തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം ചെന്ന് പറയുന്ന ഭഗവാനോടാണ്. ഗണപതി ഭഗവാന്റെ പുണ്യം പോയിന്നിട്ട് തന്റെ വേദനകളൊക്കെ പറയണം. എന്റെ ഭഗവാനെ, നിനക്കറിയാലോ ഞാൻ ഇവിടെ എന്തുമാത്രം വേദന എന്നുണ്ടെന്ന്. എല്ലാം ശരിയാവും ഓർത്തിരുന്ന വീണ്ടും അങ്ങനെ തന്നെയാ വന്നേക്കുന്നത്. നീ അറിയത്തില്ലാതെ ഒന്നും നടക്കുന്നില്ല. എന്റെ ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിത്തണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നയന മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ആദർശ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആദർശം നയനോട് ചോദിച്ചു, അല്ല നീ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല എന്നോട് ആ ക്ഷേത്രത്തിൽ പോയതിനെ കുറിച്ച്, എന്തിനു വേണ്ടിയിട്ടാന്ന്. എത്രയോ വട്ടം ഞാൻ നിന്നോട് ചോദിച്ചു, പക്ഷെ നീ പറഞ്ഞില്ല എന്ന് പറയണം. നയന പറഞ്ഞു, അതിനുള്ള മറുപടി മുത്തശ്ശൻ തന്നായിരുന്നല്ലോ, ഇനി എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കേണ്ടെന്ന് പറയാം. ദേ, നീ എന്റെ മുന്നിൽ ഇനിയും കിടന്ന് അഭിനയിക്കേണ്ട. എനിക്കറിയാം അതൊന്നും അല്ല കാരണം, വേറെ എന്തോ ഒരു വലിയ കാരണം ഉണ്ടെന്ന് പറയാം. ഒരു കാരണവും ഇല്ല. ഇനിയിപ്പോ കാരണം ഉണ്ടേ പോലും ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും ഇപ്പൊ എന്റെ മുന്നിൽ അഭിനയിക്കുന്ന ആരാ? ഞാനല്ല നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നത്, നിങ്ങൾ എന്റെ മുന്നിൽ അഭിനയിക്കുന്ന പറയണം. ആദർശന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, അതൊന്നും പറയാനൊട്ട് കൂട്ടാക്കുന്നുമില്ല. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഗോവിന്ദൻ കനകയും കൂടെ അങ്ങോട്ട് വരുവാണ്. കനക അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ നവ്യമോക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഓടി വരുന്നേ. മുത്തശ്ശി പറഞ്ഞു, അവൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു വീണതോളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. നയനെ വിളിച്ചു പറഞ്ഞായിരുന്നു, സ്റ്റെയർ കേസിന്റെ അവിടെ നിന്നുകൊണ്ട് വീണു, തലയുറ്റി വീണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അത് ഓടി വന്നാന്ന് പറയാണ്. ദേവേനി പറഞ്ഞു, ഓ അതൊക്കെ എത്ര പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോ, കൊള്ളാലോ. ഓ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അനിയത്തേക്ക് സഹിക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും വിളിച്ചു പറഞ്ഞത്. ജലജയം പറയുന്നുണ്ട്, കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരം പോലും ജലജ പാഴാക്കില്ല. പ്രത്യേകിച്ച് കനകനെ കാണുമ്പോൾ തന്നെ കീരിയും പാവം പോലെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകനെ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ജലജയ്ക്ക് വല്ലാതൊരു പെരുത്ത് കയറും. കാരണം ഇവരുടെ മോളാണല്ലോ ഇത് നവ്യെന്നൊക്കെ ഓർത്ത് കഴിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇനിയിപ്പം ഞങ്ങളൊരു ഹോം നേഴ്സിനെ വെക്കാൻ തീരുമാനിച്ചു, അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. ഒരു ഹോം നേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് പറയാം. അപ്പോഴും നവ്യ പറയുന്നുണ്ട്, എനിക്ക് ഹോം നേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല, എന്നെ അമ്മ നോക്കിക്കോളൂ, ഇല്ലെങ്കിൽ നയനയുണ്ടല്ലോ, നയന നോക്കൂന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, നയനയ്ക്കാണെങ്കിൽ വീട്ടുജോലികൾ തന്നെ കുറേ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇനി നിന്റെ കാര്യങ്ങളും കൂടെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാണ്. അവസാനം മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യാം, അന്നെങ്കിലേ കനകയോട് പറഞ്ഞു,
കനക വന്നല്ലേ, കനക ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ പറയാണ്. കനക പറഞ്ഞേ അത് വേണ്ട, ഞാൻ അവളെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോക്കോളാന്ന് പറയാണ്. അവിടെയാണ് പിന്നെ എനിക്ക് പേടിക്കാതിരിക്കാലോ എന്ന് പറയാം. അത് ശരിയാവത്തില്ല, അവളുടെ വളകാപ്പ് ചടങ്ങ് പോലും നടന്നിട്ടില്ല. അത് നടന്നതിന് ശേഷം വേണേ കൊണ്ടുപോക്കോ, അതിനുശേഷം പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയി വിട്ടാൽ മതി എന്ന് പറയാണ്. നവ്യ പെട്ടു. നവ്യക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം കിട്ടത്തില്ല. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന പത്രാസ് വേറൊന്നുമല്ലേ. ഇവിടെ ആണെങ്കിൽ വേലക്കാരി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ആളുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ അമ്മ തന്നെ കൊണ്ട് ചില പണിയൊക്കെ എടുപ്പിക്കും. ആ ഒരു ചിന്തയൊക്കെ നവ്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. നവ്യയുടെ പ്രാർത്ഥിക്കും, എൻ്റെ ഭഗവാനെ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ഇവർ സമ്മതിക്കില്ലേന്ന്. പിന്നെ മുത്തശ്ശി പറഞ്ഞു കൊണ്ടുപോകണ്ടെന്നൊക്കെ പറയാണ്. കനകയോട് പറഞ്ഞു നീ ഇവിടെ നിന്നാൽ മതി കനക, കുറച്ച് ദിവസം നിൽക്കാൻ പറയാണ്. പക്ഷെ കനകയ്ക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കുന്ന കാര്യം. മുത്തശ്ശി ഇത് പറഞ്ഞപ്പോൾ തന്നെ ദേവേനയുടെ മുഖം അങ്ങ് കടന്നിൽ കുത്തിവലായിപ്പോയി. ദേവേനയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി ചോദിച്ചു, എന്താ ദേവേനി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ പിന്നെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താ ഉള്ളത്, എനിക്കൊരു കുഴപ്പമില്ല, നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ, അവരുടെ മോളുടെ കാര്യം നോക്കാനായിട്ടല്ലേ, എനിക്കൊരു പ്രശ്നമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒഴുക്ക് മട്ടി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവരെയും കൂടെ സഹിക്കേണ്ടി വരുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ ഉള്ളില്. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, അമ്മ ഇവിടെ നിൽക്കണോ, അമ്മ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. നയനിക്കും വല്ലാത്ത പേടിയാ. കാരണം എന്താ, ഗർഭിണിയല്ല. അമ്മ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും നവിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതിലും അറിയാൻ പറ്റില്ല. ആ ഒരു ചിന്തയായിരുന്നു നയനയുടെ ഉള്ളിലും. പക്ഷെ നയനയുടെ നവിയുടെ ഈ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ കനയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് ഗോന്നും പറയണേ നീ ഇവിടെ നിന്നോ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ വളകാപ്പാവും, വളകാപ്പ് ചടങ്ങ് കഴിയുമ്പോൾ നമുക്കും കൂട്ട് കൂട്ടിക്കൊണ്ട് പോയല്ലോ, പിന്നെ പേടിക്കാലോ നിൽക്കാലോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം ഗോവിന്ദൻ പോകാനിറങ്ങിയപ്പോൾ തന്നെ ആ പുറകെ ചെല്ലുന്നുണ്ട് കനക. എന്നിട്ട് പറഞ്ഞു ഗോവിന്ദേട്ടാ ഞാനും വരുവാന്ന് പറയണ. അതെന്ത് വർത്താനാ പറയണേ, അപ്പൊ ഇവിടെ നോക്കാൻ വന്നാന്ന് പറഞ്ഞിട്ട്. അല്ല ഗോവിന്ദേട്ടാ എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല. ദേ രണ്ടുപേരുടെ അമ്മായിമാർക്ക് എന്നെ തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല, ഞാനിവിടെ നിൽക്കുന്ന തന്നെ ഇഷ്ടമില്ല. അങ്ങനെയുള്ളടത്ത് എങ്ങനെയാ ഗോവിന്ദേട്ടാ ഞാൻ നിൽക്കുന്നേ, ജയിലിൽ കിടക്കുന്ന പോലെ ആയിരിക്കും ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. എന്നൊരു കാര്യം ചെയ്യും, നീ പോരേന്ന് പറയണം. പക്ഷെ ഇവിടുത്തെ മുത്തശ്ശിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. മുത്തശ്ശി ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് ചോദിച്ചേക്കുന്നത്. അവർക്കൊരു ഹോം നേഴ്സിനെ നിർത്തുന്നേക്കാളും ഇഷ്ടം സ്വന്തം മോളെ നോക്കുന്ന അവരുടെ അമ്മ നോക്കുന്നത്ര വേറെ ആരും നോക്കില്ലോ. അപ്പം ഞാൻ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. ആ അമ്മയോട് എങ്ങനെ നോ പറയുന്നേ, എനിക്ക് അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയണേ. ഗോതം പറഞ്ഞു നീ രണ്ട് വളത്തിലും കാലായിട്ടാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക, ഇവിടെ നിൽക്കണേ നിൽക്കുക, അല്ല എൻ്റെ കൂടെ പോരുവാണെ പോരാൻ പറയണം. അവസാനം കനക പറഞ്ഞു ശരി ഞാനിവിടെ നിന്നോളാം, പിന്നെ നന്ദുവിനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം, അവളുടെ സ്വഭാവം അറിയാലോ, ചിലപ്പോൾ ഒരു പോക്ക് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാ എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല കയറി വരുന്നേ. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ മര്യാദയ്ക്ക് അവിടെ പിടിച്ചു നിർത്തിക്കോളൂ. ഗോവിന്ദനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളവിടെ തോന്നിയാസം നടക്കും അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ ചട്ടം കിട്ടുന്നുണ്ട്. ഗോവിന്ദൻ അങ്ങനെ പോവാണ്. ഈ സമയത്താണെങ്കിൽ നയനയുടെ ഉള്ളിൽ തീയായി. ദൈവമേ അമ്മ ഇവിടെ നിൽക്കുക, ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.